ജീവിതത്തിലുടനീളം വ്യത്യസ്തനായിരുന്നു, നിലപാടുകൾ പ്രത്യേകിച്ച്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, കാറ് വാങ്ങേണ്ടി വരും നിങ്ങൾക്ക്, പക്ഷെ നിങ്ങൾ കാറ് വാങ്ങേണ്ടി വരുമ്പോൾ ഏറ്റവും ചെറിയ കാറുകൾ വാങ്ങാൻ ശ്രമിക്കണേ എന്ന് കർദിനാൾമാരോട് പറഞ്ഞു. കാരണം നമ്മുടെ ലോകത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ കിടക്കുന്നുണ്ട് എന്ന കാര്യം ഓർമ്മ വേണമെന്ന് പറഞ്ഞു. നിരന്തരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു അല്ലേ. കുട്ടികളെ കുറിച്ച്, സ്ത്രീകളെ കുറിച്ച്, യുദ്ധത്തിൽ ബുദ്ധിമുട്ടുന്ന മനുഷ്യരെ കുറിച്ചൊക്കെയാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. നിലപാട് എന്നത് അങ്ങനെയാണല്ലോ സാർ. ഇക്കാലത്തൊരു ഇത്തരം ഒരു വലിയ നിലപാടിലൂടെ ഒരു മതമേലക്ഷ്യം നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ അതിന്റെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചത്. സ്വർഗാനുരാഗം, ആ സ്വർഗാനുരാഗികളെ മാരക പാപത്തിന്റെ പരിധിയിലാണ് കത്തോലിക്ക സഭ പെടുത്തിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പ വന്ന് പറഞ്ഞു, അവരെ വിധിക്കാൻ നമ്മൾ എന്നാണ് ചോദിച്ചത്. റിയൽ ആയിട്ടുള്ള മനുഷ്യസ്നേഹി എന്ന് പറയാം. എക്സാക്ട്ലി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അവരും ദൈവത്തിന്റെ മക്കളാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യം പോകുന്നത് ലാംപെഡൂസ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഐലൻഡിലേക്കാണ്. അത് ഇറ്റലിയിലെ സിസിലിയുടെ തീരത്തുള്ള ഒരു ഐലൻഡാണ്. ആ ഐലൻഡിൽ പോയിട്ട് അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ആർക്ക് വേണ്ടിയെന്ന് അറിയാമോ? കടലിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ കുടിയേറ്റക്കാർക്ക് വേണ്ടിയാണ്. അങ്ങനെ മെഡിറ്ററേനിയൻ കടൽ കടന്നു വന്ന് അത് സാധിക്കാതെ പോയ മനുഷ്യർക്ക് വേണ്ടി. അങ്ങനൊരു മനുഷ്യനായാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുമ്പോൾ പണ്ട് നെഹ്റു കുഞ്ഞുങ്ങളെ എടുക്കുന്നത് പോലൊരു ഫീലാണ്, ആ ചിരിയാ, അല്ലെങ്കിൽ ഗാന്ധി എടുക്കുന്നത് പോലെ ഒരു ചിരിയാണ്. നമ്മുടെ നെഹ്റുവും നമ്മുടെ ഗാന്ധിയും ഒക്കെ അവിടുത്തെ പോപ്പിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലേ. സുന്ദരം.